ചെറിയ കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. എന്ന് മാത്രമല്ല, അത് കുട്ടികളുടെ ആരോഗ്യത്തിനും ഭക്ഷണത്തോടുമുള്ള മനോഭാവത്തിനും ദോഷകരവുമാണ്. ഇത് സംബന്ധിച്ച് വിദഗ്ധർ നൽകുന്ന പ്രധാന വിവരങ്ങൾ വിശദീകരിക്കുന്നു. നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ. ഭക്ഷണത്തോട് വെറുപ്പുണ്ടാകുന്നു. നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ആഹാരസമയങ്ങൾ കുട്ടികൾക്ക് സമ്മർദ്ദവും അസുഖകരവുമായ അനുഭവമായി മാറുന്നു. ഇത് അവർക്ക് ആ പ്രത്യേക ഭക്ഷണത്തോടോ അല്ലെങ്കിൽ പൊതുവായി ഭക്ഷണത്തോടോ തന്നെയോ വെറുപ്പ് തോന്നാൻ കാരണമാകും. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട മോശം അനുഭവങ്ങൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും മുതിർന്ന ശേഷവും ആ ഭക്ഷണത്തെ ഒഴിവാക്കാൻ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും. 2. വിശപ്പും വയറ് നിറഞ്ഞതും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. വിശക്കുമ്പോൾ കഴിക്കാനും വയറു നിറഞ്ഞാൽ നിർത്താനും കുട്ടികൾക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. നിർബന്ധിച്ച് ഭക്ഷണം നൽകുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഈ സ്വാഭാവികമായ സിഗ്നലുകൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാതാകുന്നു. ഇത് ഭാവിയിൽ ഭക്ഷണം അമിതമായി കഴിക്കാനോ അല്ലെങ്കിൽ വിശന്നിട്ടും കഴിക്കാതിരിക്കാനോ കാരണമാകാം. ഇത് അമിതവണ്ണം, പോഷകക്കുറവ്, മറ്റ് ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. 3. ദഹനങ്ങളും പ്രശ്നങ്ങളും. ഛർദിയും പേടിച്ച് വേഗത്തിൽ ഭക്ഷണം വിഴുങ്ങുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് ഓക്കാനത്തിനോ ഛർദിക്കോ കാരണമായേക്കാം. 4. പോഷകങ്ങൾ വേണ്ടത്ര ലഭിക്കാതിരിക്കൽ. സമ്മർദ്ദത്തോടെ കഴിക്കുന്ന ഭക്ഷണം വേണ്ടത്ര ദഹിക്കുകയോ അതിൽ നിന്നുള്ള പോഷകങ്ങൾ ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയുകയോ ചെയ്യുന്നില്ല. 5. ചോക്കിംഗ് സാധ്യത. ഭക്ഷണം നിരസിക്കുമ്പോൾ ബലമായി വായിൽ വെച്ചു കൊടുക്കുന്നത് തൊണ്ടയിൽ കുടുങ്ങാനും ശ്വാസതടസ്സം ഉണ്ടാകാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? അവരുടെ വിശപ്പിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് കുട്ടിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് നന്നായി അറിയാം. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമെന്നും വയറു നിറഞ്ഞാൽ നിർത്തുമെന്നും വിശ്വസിക്കുക. പോസിറ്റീവായ അന്തരീക്ഷം. ഭക്ഷണ സമയങ്ങൾ സന്തോഷകരവും സമ്മർദ്ദവുമില്ലാത്തതുമായി നിലനിർത്തുക. കളിയാക്കുകയോ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ഭക്ഷണം ഒരു സമ്മാനമായി ഉപയോഗിക്കുകയോ ചെയ്യരുത്. മാതൃകയാക്കുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മുതിർന്നവർ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ അനുകരിക്കാൻ ശ്രമിക്കും. കുറഞ്ഞ അളവിൽ നൽകുക. ചെറിയ അളവിൽ ഭക്ഷണം നൽകി തുടങ്ങുക. കൂടുതൽ വേണമെങ്കിൽ അവർ ചോദിക്കട്ടെ. പല തവണ നൽകുക. പുതിയ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമാകാൻ 10 മുതൽ 15 തവണ വരെ ശ്രമിക്കേണ്ടി വന്നേക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധിക്കാതെ അപ്പോൾ എടുത്തു മാറ്റുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞോ അടുത്ത ആഴ്ചയോ വീണ്ടും ശ്രമിക്കുക. പങ്കാളിത്തം. ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലും ഒരുക്കുന്നതിലും കുട്ടികളെ സഹായിക്കാൻ അനുവദിക്കുന്നത് അവർക്ക് ഭക്ഷണത്തോട് താൽപ്പര്യം ഉണ്ടാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിന് സ്നേഹത്തോടെയുള്ള പ്രോത്സാഹനമാണ് വേണ്ടത്, അല്ലാതെ നിർബന്ധിച്ച് കഴിപ്പിക്കലല്ല.